ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്ക്. ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചോറിൻ്റെ കൂടെ നല്ലൊരു സൈഡ് ഡിഷായും ഒപ്പം തന്നെ ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും കൂടെ അടിപൊളി കോമ്പിനേഷനും ആയിട്ടുള്ള ഒരു കറിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ടിന്നിൽ വരുന്ന ട്യൂണ കൊണ്ടാണ് ഞാൻ ഈ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ കറിയിൽ ഞാൻ വെള്ളക്കടല കൂടെ ചേർക്കുന്നുണ്ട്. ട്യൂണയും വെള്ളക്കടലയും കൂടെ ചേരുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വെറൈറ്റി ടേസ്റ്റാണ് ഈ കറിക്ക് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ പുതുതായിടുന്ന വീഡിയോകളെല്ലാം തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇനി നമുക്ക് നോക്കാം വെള്ളക്കടല ചേർത്ത ട്യൂണ മസാലക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം നമുക്ക് കറിയിലെ മസാലയിലേക്കുള്ള സബോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവയെല്ലാം നന്നായി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഞാൻ 4 മീഡിയം സൈസിലുള്ള സബോള, ഒരു കുടം വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, എരിവിനനുസരിച്ച് പച്ചമുളക് ഇത്രയും എടുത്തിട്ടുണ്ട്. ഇവയെല്ലാം കൂടെ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയോ ചോപ്പറിൽ നന്നായി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയോ ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ പണിയും തീരും, കറിക്ക് കുറച്ചുകൂടെ ടേസ്റ്റും ഉണ്ടാകും. ഈ ഒരു പാൻ ചൂടാക്കി ഓയിൽ ഒഴിച്ച് നന്നായി ചൂടായാൽ അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റാം. സബോള അത്യാവശ്യം വഴന്ന് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമെല്ലാം നന്നായി മാറി വന്നാൽ നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 നുള്ളു ഉലുവപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇവ ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിക്കാം. പൊടികൾ നന്നായി മൂത്ത് വന്നാൽ അതിലേക്ക് നമുക്ക് 2 തക്കാളി നന്നായി ഒന്ന് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. തക്കാളി നന്നായി വെന്ത് ഉടഞ്ഞു വരുന്നത് വരെ ഒന്ന് വഴറ്റാം. ഇപ്പം തക്കാളി നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1.5 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഓപ്ഷണലാണ്, അതിന് പകരം വെള്ളം ചേർക്കാം. പക്ഷെ തേങ്ങാപ്പാൽ ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. തേങ്ങാപ്പാൽ പകുതി ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പം തേങ്ങാപ്പാൽ കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് 3 ടിന്ന് ട്യൂണ ചേർക്കാം. ട്യൂണയിലുള്ള ഓയിലൊക്കെ ഊറ്റിക്കളഞ്ഞതിന് ശേഷമാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 250 ഗ്രാം വെള്ളക്കടല വേവിച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി ഹൈ ഫ്ലെയിമിൽ നമുക്കതൊന്ന് 3-4 മിനിറ്റ് വേവിക്കാം. ട്യൂണ ഓൾറെഡി വേവിച്ചിട്ടാണ് ടിന്നിൽ വരുന്നത്. കടല പിന്നെ നമ്മൾ വേവിച്ചതുമാണ്. എന്നാൽ നല്ല പോലെ മസാല രണ്ടിലും പിടിക്കണം. അപ്പോൾ അത് കറിയിൽ കിടന്ന് നന്നായി ഒന്ന് തിളക്കട്ടെ. ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ട്യൂണയിൽ കുറച്ച് ഉപ്പുള്ളതാണ്, അതുകൊണ്ട് ഉപ്പ് നല്ലോണം ശ്രദ്ധിച്ച് ചേർക്കുക. കറി നല്ല പോലെ തിളച്ച് തേങ്ങാപ്പാലൊക്കെ ഏകദേശം വറ്റി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. ഇതെല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. പിന്നെ കുറച്ച് മുന്നേ ഞാൻ ട്യൂണ കൊണ്ട് ഒരു റൈസ് ഉണ്ടാക്കിയിരുന്നു. നല്ലൊരു ഫ്ലേവർ തരുന്ന റൈസാണത്. അധികം ആരും ആ വീഡിയോ കണ്ടിട്ടില്ല. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വീഡിയോ കണ്ടിട്ട് അതുകൂടെ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബായ്. അസ്സലാമു അലൈക്കും.